യഥാർത്ഥത്തിൽ ഇവിടെ ഈ ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണ പാളി വിഷയം അല്ലെങ്കിൽ അവിടുത്തെ സ്വർണ്ണ വാതിലുകൾ അടിച്ചു മാറ്റിയ കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. കെ രാധാകൃഷ്ണന്റെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണം. ഇതിലേക്ക് ഇവർക്കൊക്കെ പങ്കുണ്ട്. പത്മകുമാർ, വാസു, കടകംപള്ളി സുരേന്ദ്രൻ ഈ മൂന്ന് പേരും കൂടിയിട്ട് അവിടെ സോപാനത്തിന്റെ അവിടെ നിൽക്കുന്നു. അതിൽ ഒരാളുടെ ശ്രദ്ധ മുഴുവൻ ദേവസ്ഥല വിഗ്രഹത്തിന്റെ നേർക്കാം, ഭഗവാന്റെ നേർക്കാണ്, വിഗ്രഹത്തിന്റെ നേർക്കാം. മറ്റൊരാളുടെ ശ്രദ്ധ മുഴുവൻ വാതിൽപ്പാളികളുടെ നേർക്കാണ്, മറ്റൊരാളുടെ ദ്വാരപാലന്മാരുടെ നേർക്കാണ്. ഈ മൂന്ന് സാധനം ഇങ്ങനെ അടിച്ചു മാറ്റാന്നുള്ള ചർച്ചയിലായിരുന്നു വാസുവും പത്മകുമാറും കടകംപള്ളി സുരേന്ദ്രനും. പിണറായി വിജയന്റെ പേര് കേട്ടാല് ആ പേര് കേൾക്കുന്ന സമയത്ത് ഇവർക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെടുക എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അത്രയും നിലവാരമില്ലാത്ത ആളുകളാണ് SIT ഉദ്യോഗസ്ഥന്മാർ. മോഹൻറെ കണ്ടര് തന്ത്രി എന്ന അയാളെ വിളിക്കുക. അയാൾ ഏത് തന്ത്രിയാ? അയാൾ കുതന്ത്രിയല്ലേ സത്യത്തില്? അയാളായിരുന്നല്ലോ ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പായിട്ട് ശബരിമല സന്നിധാനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് എറണാകുളത്ത് വന്നിട്ട് വിഭജിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുടെ പേരാണ് മോഹൻറെ കണ്ടര്. നമ്മുടെ കേരളക്കര മുഴുവൻ ഉറ്റുനോക്കിയൊരു വിഷയമായിരുന്നു ശബരിമല കൊള്ളയെന്ന്. പെട്ടെന്നൊരു ദിവസമാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കാണാതെ പോയി, സ്വർണമെല്ലാം ചെമ്പായി മാറി. അപ്പൊ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ മുന്നോട്ട് വരുന്നത്. ശരിക്കും ശബരിമല കൊള്ള എന്ന് പറയുമ്പോൾ സർക്കാരിനുള്ള ഒരു പങ്ക് അത് ജനങ്ങൾക്ക് അറിയേണ്ട കാര്യം തന്നെയല്ലേ? അത് മുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പല കഥകളും അതിന്റെ പിന്നാമ്പുറത്തോടെ കൊണ്ടുവരുന്ന സമയത്തും സർക്കാരിന്റെ പങ്കില്ലേ? ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന്, ദേവസ്വം ബോർഡിന്റെ ഒരു അമ്പലം തന്നെയല്ലേ ശബരിമല. അപ്പൊ അവിടെ നടന്ന ആ ശരിക്കുമുള്ള വിഷയം എന്തായിരുന്നു? അവിടെ യഥാർത്ഥത്തിൽ ഇവിടെ ഈ ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണ പാളി വിഷയം അല്ലെങ്കിൽ അവിടുത്തെ സ്വർണ്ണ വാതിലുകൾ അടിച്ചു മാറ്റിയ ഇതിലേക്ക് ഇവർക്കൊക്കെ പങ്കുണ്ട്. ഇവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് എല്ലാവർക്കും ഇത്തരത്തിൽ കാര്യങ്ങളിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ പറയുന്ന ഇപ്പൊ ജയിലിൽ കിടക്കുന്ന എന്തായാലും പേര് നമ്മുടെ ഇവിടുത്തുകാരൻ വാസു വാസു ദേവസ്വം കമ്മീഷണറായിരുന്നു. മഹാഉടായിപ്പുകാരൻ വാസു. വാസു കൊണ്ട് ഉണ്ണികൃഷ്ണൻ പറ്റി വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ഞാൻ പത്മകുമാറിന്റെ ചിരി കണ്ടാത്തന്നെ. കാരണം പത്മകുമാറിന്റെ അച്ഛൻ നേരത്തെ അവിടെ ദേവസ്വത്തിൽ നിന്ന് തേങ്ങ എടുത്തിരുന്ന ആളാ. അവിടെ ഈ ആളുകൾ ഉടയ്ക്കുന്ന തേങ്ങയുണ്ടല്ലോ, ആ തേങ്ങയുടെ കോൺട്രാക്ടർ ആയിരുന്നു പുള്ളി. അതുകൊണ്ടായാലും ദേവസ്വം ബോർഡ് അമ്പലം കൊണ്ടായാലും ജീവിച്ചിരുന്ന വസ്തുതത്തില് പത്മകുമാർ. അങ്ങനെ വളർന്നു വന്നിരിക്കുന്ന പത്മകുമാർ പിന്നെ കമ്മ്യൂണിസ്റ്റായി, ദേവസ്വം MLA ആയി, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി. പക്ഷെ അയക്ക് ഈ ഉടായ്പിൽ നല്ല പങ്കുണ്ട്. അതിന് കള്ളലക്ഷണം കണ്ടറിയാം. അല്ലെ, ഇദ്ദേഹത്തിന് മാത്രമാണോ പങ്ക്? ഈ പറയുന്ന ആഭ്യന്തരത്തിലേക്ക് ഇത്ര കാലങ്ങളായൊരു കൊള്ള നടക്കുന്ന സമയത്ത് എന്റെ പങ്ക് പോകുന്നൊരു രീതിയില്ലേ? അല്ല, അതിന് എല്ലാവർക്കും പങ്കുണ്ടാവും. ഇപ്പൊ മന്ത്രിമാർക്ക് പങ്കുണ്ടാവും. ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. കെ രാധാകൃഷ്ണന്റെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണം. നമ്മുടെ രാധാകൃഷ്ണൻ പലപ്പോഴും മാന്യനാന്ന് പറയും, പക്ഷെ എനിക്ക് അഭിപ്രായമില്ല. കെ രാധാകൃഷ്ണൻ നമ്മുടെ ഇവിടുന്നുള്ള ഇപ്പോഴത്തെ പാർലമെന്റ് മെമ്പറാണ് അയാൾ പണ്ട് ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. ഞാൻ ഇവർക്ക് പങ്കുണ്ടെന്നുള്ള എന്റെ ആക്ഷേപത്തിന് പിന്നിലൊരു കാരണം, അടുത്തിടയ്ക്ക് ഒരു പടം കണ്ടു, 3 പേരുടെ പടമാണ്. ആ പടത്തിനകത്ത് പത്മകുമാർ, ദേവസ്വം ഇവർ 3 പേരും കൂടിയിട്ട് പത്മകുമാർ, വാസു, കടകംപള്ളി സുരേന്ദ്രൻ ഈ 3 പേരും കൂടിയിട്ട് അവിടെ സോപാനത്തിന്റെ അവിടെ നിൽക്കുന്നു. ഭഗവാനെ തൊഴേണ്ട സ്ഥലത്ത് നിൽക്കുകയാണ്. ഇവർ 3 പേരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ ആ ചിത്രം കണ്ട സമയത്ത് ഞാൻ അടിക്കുറിപ്പ് ഞാൻ എഴുതിയിരുന്നു. എന്റെ വിശ്വാസം ശരിക്കത് എങ്ങനെയാണ് അതിൽ ഒരാളുടെ ശ്രദ്ധ മുഴുവൻ ദേവസ്ഥല വിഗ്രഹത്തിന്റെ നേർക്കാം, ഭഗവാന്റെ നേർക്കാണ്, വിഗ്രഹത്തിന്റെ നേർക്കാം. മറ്റൊരാളുടെ ശ്രദ്ധ മുഴുവൻ വാതിൽപ്പാളികളുടെ നേർക്കാണ്, മറ്റൊരാളുടെ ദ്വാരപാലന്മാരുടെ നേർക്കാണ്. ഈ 3 സാധനം ഇങ്ങനെ അടിച്ചു മാറ്റാന്നുള്ള ചർച്ചയിലായിരുന്നു വാസുവും പത്മകുമാറും കടകംപള്ളി സുരേന്ദ്രനും എന്ന് ഞാൻ തീർത്തു പറഞ്ഞതിനെ അതിനെ സംബന്ധിച്ച്. ഇത് ആ ഒരു ചിത്രം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ കാരണം ഈ മന്ത്രിമാർക്കും ഇത്തരം കാര്യങ്ങളിൽ വലിയ പങ്കുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, പല മന്ത്രി ഈ കടകംപള്ളി സുരേന്ദ്രനും രാധാകൃഷ്ണനും ഒക്കെ അടക്കമുള്ള, വാസവൻ അടക്കമുള്ള മന്ത്രിമാർ ശബരിമലയിൽ പോകുന്നുണ്ട്. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ശബരിമലയില് മകരവിളക്കിന്റെ ദിവസം അവിടെ നിന്ന് ഭഗവാന് വിചാരിച്ചുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് അവര് കൈകൂപ്പിക്കൊണ്ട് ഭഗവാനെ തൊഴുന്ന സമയത്ത് ഇവരെന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ രാധാകൃഷ്ണൻ ചെയ്തെന്താ? എന്താ കടകംപള്ളി സുരേന്ദ്രൻ ചെയ്തെന്താ? എന്താ വാസവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇവർ ആ സമയത്ത് അവിടെ ഭഗവാനെ തൊഴാതെ കണ്ട് അവിടെ വരുന്ന ആൾക്കൂട്ടത്തെ മുഴുവൻ നോക്കി, ഭഗവാന്റെ വിഗ്രഹത്തെ നോക്കി, അവിടുത്തെ വാതിൽപ്പാളികളെ നോക്കി, അവിടെയുള്ള ദ്വാരപാലകന്മാരെ നോക്കി. ഇതെങ്ങനെ അടിച്ചു മാറ്റാന്നാണ് ഈ 3 മന്ത്രിമാരും നോക്കിയത്. ശരിക്കും അങ്ങനെയാണത്. അതല്ലെങ്കിൽ ഇവരല്ലാന്ന് പറയട്ടെ, ഇവരെന്തിനാ അവിടെ പോയത്? എന്തിനാണ്? അപ്പോൾ പറയും ഞങ്ങൾ ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയാണ്. ദേവസ്വം വകുപ്പിന്റെ മന്ത്രി പോവാണെങ്കിൽ ഇവിടെ തൊഴണ്ടേ? തൊഴാതെ കൊണ്ട് മാറി നിൽക്കാണോ വേണ്ടത്? ഇവരുടെ വിശ്വാസശാസ്ത്രം എവിടെയാണോ ഉള്ളത്? എവിടെയാണ് ഇവർക്ക് വിശ്വാസശാസ്ത്രം ഉള്ളത്? ആ വിശ്വാസശാസ്ത്രത്തിന്റെ പേരിലാണ് ഇവർ തൊഴാതിരുന്നെങ്കിൽ അതിനകത്ത് എന്ത് ന്യായമാണ് അതിനകത്തുള്ളത്? അന്തസ്സും അഭിമാനവും ഈ പറയുന്ന രാധാകൃഷ്ണനോ കടകംപള്ളി സുരേന്ദ്രനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ വാസവനൊക്കെ അല്പം അഭിമാനം ഉണ്ടെങ്കിൽ, മനുഷ്യത്വം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം ശാസ്ത്രവിധികൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവരോട് പോകാതിരിക്കണമായിരുന്നു. ഈ മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെക്കണമായിരുന്നു.
എന്നിട്ട് അവർ വേറെ വകുപ്പ് എടുക്കട്ടെ, തൊഴിൽ വകുപ്പ് എടുക്കട്ടെ അവര് പോയിട്ട്, അല്ലെങ്കിൽ അവർ പൊതുമരാമത്ത് വകുപ്പ് എടുക്കട്ടെ, അല്ലെങ്കിൽ അവർ എക്സൈസിന് വകുപ്പ് എടുക്കട്ടെ, അവിടെ പോയിട്ട് കട്ട് തന്നോട്ടെ, ആർക്കും വിരോധമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ മറിച്ച് ഒരു ദേവസ്വം ബോർഡിന്റെ വകുപ്പ് ചോദിച്ചു വാങ്ങിച്ചെടുത്തവരാണ് ഇവരൊക്കെ. ഇവരൊക്കെ എടുക്കാനുള്ള കാരണം ഇവരെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം ഈ തരത്തിൽ അടിച്ചുമാറ്റലാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് കൊടുത്തിട്ടുള്ള ആരിപ്പോ വിജയമല്യ കൊടുത്തിട്ടുള്ള സ്വർണമാണ് ചെമ്പായിട്ട് മാറിയെന്നാ പറയേ. എനിക്കിപ്പോ ക്ഷേത്രങ്ങളിൽ സ്വർണമാണോ ചെമ്പാണോ എന്നുള്ള വിധത്തിൽ എനിക്ക് വലിയ താല്പര്യം എന്ന കാര്യത്തിലില്ല. പക്ഷെ മറിച്ചൊന്നുണ്ട്, ഈ തരത്തിൽ കൊട്ട ചെമ്പ് കൊടുത്താലും വെള്ളി കൊടുത്താലും സ്വർണം കൊടുത്താലും അത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ചില രാഷ്ട്രീയ നേതാക്കന്മാർ കുപ്പായം ഇട്ടിട്ട് വരുന്നുണ്ടെങ്കിൽ ആ വരുന്നത് ജനവിരുദ്ധമാണ്, അത് അയ്യപ്പ വിരുദ്ധമാണ്. അതിന് ശിക്ഷ കിട്ടും, ഒരു സംശയമില്ല. ഞാൻ പറയും, എനിക്കൊന്ന് ഞാൻ ഇടയ്ക്ക് ഒരു ഒരെണ്ണത്തിൽ പറഞ്ഞിരുന്നു, ഇതിന്റെ അന്വേഷണം അങ്ങനെ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവസാനം ക്ലിഫ് ഹൗസിലെത്താൻ സാധ്യതയുണ്ട്. പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്നുള്ള അന്വേഷിക്കേണ്ടതുണ്ട്. ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം പുള്ളിയുടെ ജന്മരഹസ്യം തന്നെ സ്വർണത്തിന്റെ മോഷണമാണ്. സ്വർണ്ണമോഷണത്തിലാണ് പുള്ളിയുടെ ഈ പണിയുള്ളത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനടക്കം ഇക്കാര്യത്തിൽ പങ്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് ആരന്വേഷിക്കും എന്നുള്ള പ്രശ്നം. അപ്പൊ SIT അന്വേഷിച്ചാൽ മതിയോ? SIT അന്വേഷിക്കുന്ന സമയത്ത് ആരെയൊക്കെ പിടിക്കും? ഞാനതിനെ കുറിച്ച് ഇടയ്ക്ക് പറഞ്ഞിരുന്നു. എനിക്കൊരു സംശയ കാര്യത്തിലില്ല, SITയുടെ അന്വേഷണം എവിടെ എത്താൻ വേണ്ടി പോകുന്നില്ല. ഒരു രക്ഷപ്പെടലായിരിക്കാം SITയുടെ അന്വേഷണത്തിലൂടെ ഇവർക്ക് കിട്ടാൻ പോകുന്നത്. പ്രതികളെ ഓടിച്ചിട്ട് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താന്ന് നോക്കില്ലേ? അവർ കടകംപള്ളി സുരേന്ദ്രൻ വീടിന്റെ അടുത്തെത്തുമ്പോ SITക്കാരൻ ഭയങ്കര അറപ്പാണ്, അങ്ങോട്ട് കടക്കില്ല. അവര് വാസന്റെ വീടിന് മുമ്പിലേക്ക് എത്തിണ്ടെങ്കിൽ മുട്ടുകാർ കൂട്ടിടിക്കും ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ. അവരുടെ മറ്റേ ഒരു മന്ത്രിയുടെ പഠിക്കലേക്ക് ഇവർക്ക് എത്താൻ വേണ്ടി സാധ്യമല്ല. പിണറായി വിജയന്റെ പേര് കേട്ടാല് ആ പേര് കേൾക്കുന്ന സമയത്ത് ഇവർക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെടുക എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അത്രയും നിലവാരമില്ലാത്ത ആളുകളാണ് SITയിൽ ഉദ്യോഗസ്ഥന്മാര്. അപ്പൊ അവരിന്നിപ്പോ ചില നാമമാത്രമായിട്ട് അവർ വാസുവിനെ അറസ്റ്റ് ചെയ്തു, നാമമാത്രമായിട്ട് അവർ പത്മകുമാർ അറസ്റ്റ് ചെയ്തു, അവരെ പിടിച്ച് ജയിലിലിട്ട് എന്ന് വെച്ചാൽ ചോദിക്കാനും പറയാനും ഇല്ലാത്ത 4 പേര് പിടിച്ച് അകത്തിട്ടു എന്നുള്ളതിന്റെ അപ്പുറത്ത് ഇതിന് ഒരു പ്രാധാന്യം എനിക്കകത്ത് തോന്നില്ല. അല്ല, സർക്കാർ പറയുന്നത് ഒരു സുതാര്യമായ അന്വേഷണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും പറയുന്നത് അന്വേഷണം നടക്കുന്നില്ലേ, കൃത്യമായ അന്വേഷണങ്ങളിലേക്ക് പോകുന്നു. ഒരു അയ്യപ്പ ശാപം ശരിക്കും തുടരുന്നില്ലേ എന്നാണ് ഒരു സംശയം. കുറെ കാലമായി ഇപ്പോ ഈ അടുത്ത് വന്നത് ശബരിമല കൊള്ള, അതിനു മുൻപ് തന്നെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയത്തിൽ കുടുങ്ങിപ്പോയൊരു സർക്കാരായിരുന്നു നമ്മുടേത്. അല്ല, അങ്ങനെ കുടുങ്ങിയിട്ടുള്ള സർക്കാരാണിത്. അയ്യപ്പന്റെ കാര്യങ്ങളിൽ ഇവരെ സംബന്ധിച്ച്, ഇപ്പോഴും സർക്കാരിനെ സംബന്ധിച്ച് ഇവർക്കൊരിക്കലും ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വാസമില്ല. ഇവർക്ക് ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമാണ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം. അത് നമുക്കറിയാം. ഏകദേശം കുറെ നാളുകൾക്ക് മുമ്പായിട്ട് യുവതീ പ്രവേശനത്തിന്റെ ഭാഗമായിട്ട് ഇവര് ശബരിമലയിലേക്ക് യുവതികൾ പോകാൻ തയ്യാറല്ലാതെ കണ്ട് വന്ന സമയത്ത് ഇവര് ചില യുവതികളും കൊണ്ടുപോയി. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, അതിലൊരാളുണ്ട് ശങ്കർദാസ്ന, അയാളുടെ മോനയ്ക്ക് അയാള് മറ്റേ അവിടെ കോട്ടയത്ത് കമ്മീഷണർ എന്തൊക്കെയായിരുന്നു, കോട്ടയം SP എന്തൊക്കെയായിരുന്നു അയാളിപ്പോ എന്തൊരു വലിയ പോസ്റ്റിലെ DIG കണ്ട അയാളിപ്പോ കേരളത്തില്. ഈ പറയുന്ന ആളൊക്കെ കൂടിയിട്ട് പാലായിൽ കൊണ്ടുപോയിട്ട് ഈ 2 പെണ്ണുങ്ങളെ കൊണ്ട് താമസിപ്പിച്ച്, ഞാൻ പിന്നെ താമസിപ്പിച്ച് ബാക്കി ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് രാത്രിയുടെ അന്തിമയാമങ്ങളിൽ ശബരിമലയിലേക്ക് എത്തിച്ചിട്ട് അവരെ തൊഴാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്താൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതിൽ ഒരു ശ്രീജിത്ത് എന്ന അയാൾ IG കണ്ടായിട്ട് ഇപ്പൊ എന്തായാലും പോസ്റ്റ് ADGP കണ്ട അയാൾ അവിടെ ചെന്ന് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഇയാളെന്ന് പൊട്ടിക്കരഞ്ഞാൽ പോരെ ഇവനെന്ന് വാസ്തവത്തില്. കാരണം ഇവനൊക്കെ ശബരിമലയോട് കാണിച്ചിരിക്കുന്ന ദുഷ്കർമ്മങ്ങള്, ആ ദുഷ്കർമ്മങ്ങൾക്ക് എണ്ണി മറുപടി പറയേണ്ടി വരും. ഒരു സംശയം എനിക്ക് കാര്യത്തിലില്ല. ഇപ്പൊ ശങ്കർദാസിന്റെ കേസിൽ എങ്ങനെയാണ്? ശങ്കർദാസ് ദേവസ്വം ബോർഡിന് മെമ്പറായിരുന്നു. അയാളുടെ മകനാണ് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. ഈ പറയുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാര് എന്നിട്ട് ഇവരൊക്കെ തന്നെയാണ് അന്വേഷണ കമ്മീഷനായിട്ട് വരിക. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞ് ഈ അന്വേഷണത്തിനകത്ത് ED ഈ വിഷയത്തിൽ ഇടപെടണം, EDയോട് അന്വേഷിക്കേണ്ട ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈക്കോടതി. അങ്ങനെ EDയെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വന്നത് ഈ പറയുന്ന പോലീസ് സേനയുടെ കെടുകാര്യസ്ഥതയാണ്. ഉത്തരവാദിത്വമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവിടെ നിന്നിട്ട് IG ശ്രീജിത്ത് കിടന്ന് പൊട്ടിക്കരഞ്ഞുള്ളതും കാര്യമായില്ല അതിനകത്തൊന്നും. ആ കരച്ചിലൊക്കെ, കള്ളക്കരച്ചിലൊക്കെ നമ്മളൊക്കെ ഒരുപാട് നേരം കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ശബരിമല കേസിനകത്ത് എങ്ങനെയാണ് സ്വർണ്ണപ്പാളി പോയതെന്നുള്ളതിനെ കുറിച്ച് പറയാൻ എന്താ ശ്രീജിത്തിന് എന്താ നാവെന്താ പൊന്താത്തെ? ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ നാവ് എവിടെ പോയിട്ടുണ്ട്?
ഇവരെന്താ അന്വേഷിക്കേണ്ട? ഇവർക്കൊക്കെ വേറെന്താ പണിയുള്ളത്? ഇവർ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്നവരല്ലേ? ആ ശമ്പളം വാങ്ങിച്ചവർ യഥാവിധി ഇവർ പണിയെടുക്കുന്നുണ്ടോ? അങ്ങനെ വരുന്ന സമയത്താണ് ഇനി നാളെ ഇ ഡി അന്വേഷിക്കും, ഇവരുടെയൊക്കെ വീടുകളിൽ ഇ ഡി വരും. അപ്പൊ പത്മകുമാർ ആജീവനാന്തി ജയിലിൽ കിടക്കേണ്ടി വരും, വാസു ആജീവനാന്തി ജയിലിൽ കിടക്കേണ്ടി വരും. അവിടെ കിടന്ന അരിയുണ്ട് ഉരുട്ടി മെഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കാര്യം കട്ടപ്പോയാവുന്നുള്ള സംശയമൊന്നും ഉണ്ടാവില്ല. ഇയാൾ അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിരുന്നു. ഈ തരത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ഞാൻ ഒന്ന് വ്യക്തമായിട്ട് പറയാം. ശബരിമല ശ്രീധർമ്മശാസ്താവ് മലയാളികളുടെ പൊതുവായുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിന് കയറിയിട്ട് ഇവരാരെങ്കിലും തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചാല് അതിന്റെ ശക്തമായ തിരിച്ചടി ഇവിടുത്തെ ഇവരുടെയൊക്കെ വിശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുണ്ട്, നമുക്ക് ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാം. ജയലളിത അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കരുണാനിധി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കരുണാനിധി നല്ല രാഷ്ട്രീയക്കാരനായ അതിന്റെ പേരില് കാപ്പാത്തുങ്കോ എന്നൊക്കെ പറഞ്ഞ് കടവുളെ കാപ്പാത്തുങ്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നാസ്തികനായിട്ടുള്ള കരുണാനിധി പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കടവുളെന്ന് വെച്ചിട്ട് ദൈവം എന്നാ വിളിക്കുക, ദൈവത്തെ വിളിച്ച് പൊട്ടിക്കരഞ്ഞ ആളാ കരുണാനിധി. ആ കരുണാനിധിക്ക് അങ്ങനെ അറിയാം. യെദ്യൂരപ്പ കർണാടകയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള ചിദംബരത്തിനെ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ബീഹാറിലെ ലലു പ്രസാദ് യാദവിനെയും എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ മുഖ്യമന്ത്രിമാരെയും ഇന്ത്യയിൽ ഒട്ടുക്ക് അറസ്റ്റ് ചെയ്യാം, പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? കേരളത്തിൽ പിണറായി വിജയൻ ആദ്യത്തെ മോഷ്ടാവാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പിണറായി വിജയന് മുമ്പുണ്ടായിരുന്ന കേരളത്തിലെ നിരവധി മോഷ്ടാക്കളായിട്ടുള്ള മുഖ്യമന്ത്രിമാരുടെ ചരിത്രമുണ്ട് കേരളത്തില്. 957 EMSന്റെ മന്ത്രിസഭയിൽ തുടങ്ങിയിട്ട് അന്ന് കിട്ടുന്ന അരി ₹1.60 വെച്ചിട്ട് വില കൂടുതൽ കൊടുത്ത് വാങ്ങിച്ച അന്നത്തെ കാലത്ത് 1,60,60,000 രൂപയുടെ അഴിമതി നടത്തിയിട്ടുള്ള KC ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഭക്ഷ്യവകുപ്പിന്റെ മന്ത്രിയുണ്ട്. അരി സംഭരണത്തിന്റെ ഭാഗമായിട്ട് അയാള് തുടങ്ങിയിട്ട് എല്ലാ മന്ത്രിസഭയിലും അഴിമതി വീരന്മാരെ ഇഷ്ടം പോലെ കഥകളുണ്ട്. 67 EMSന്റെ മന്ത്രിസഭയിൽ അഴിമതിക്കാരുടെ പേര് പറഞ്ഞത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാ പറഞ്ഞ്, B വില്ലിംഗ്ടന്റെ അടക്കമുള്ള ഒരു പേര്. അപ്പൊ അങ്ങനെയുള്ള മന്ത്രിമാരുടെ പേരൊക്കെ അങ്ങനെയുള്ള അഴിമതിക്കാരും കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ട ഏക മന്ത്രി അത് R ബാലകൃഷ്ണപിള്ള മാത്രമാണ്. ഇടമലയാർ കേസിൽ മറ്റും കണ്ട അയാള് ശിക്ഷിക്കപ്പെട്ടത്. അതിന് കാരണം ഇനി അയാളുടെ സമുദായത്തിനോട് യാതൊരു ശക്തിയില്ല, ദുർബല സമുദായമാണ് അയാളുടേത്. അയാളുടെ സുകുമാരൻ നായരുടെ പ്രസ്ഥാനമാണ്. അയാളുടെ സമുദായത്തിന് സ്വാധീനമില്ല, അയാൾക്ക് സ്വാധീനമില്ല, അയാൾക്ക് സമുദായത്തിന് പിടിപാടില്ല. അതുകൊണ്ട് അയാൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒഴിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഒരൊറ്റ രാഷ്ട്രീയ നേതാക്കന്മാരും അഴിമതി നടത്തി. ഇപ്പൊ TH മുസ്തഫ അഴിമതിക്ക് ആരോപണം കിട്ടു, ശിക്ഷിക്കപ്പെട്ടില്ല. K കരുണാകരൻ അഴിമതിയിൽ ആരോപണം ഉണ്ടായിട്ടുണ്ട്, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ നിരവധി ആളുകൾ. ഞാൻ മന്ത്രിമാരെല്ലാവരും പേരെടുത്ത് പറഞ്ഞാലേ എനിക്ക് ഒറ്റ ദിവസം മതിയാവില്ല പേരെല്ലാം മുഴുവൻ പറയാൻ വേണ്ടിയിട്ട്. അല്ല, ഇതിന്റെ അകത്ത് തന്നെ ഇപ്പൊ ഈ പറയുന്ന ശബരിമല കൊള്ള അല്ലെങ്കിൽ ശബരിമല വിഷയങ്ങളൊക്കെ മുന്നിട്ട് വരുന്ന സമയത്തും ഈ അയ്യപ്പ ഭക്തരെ അല്ലെങ്കിൽ വിശ്വാസികളെ കൂടെ നിർത്താനുള്ള ഒരു ചവിട്ടുപടി സർക്കാർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അയ്യപ്പ സംഗമം എന്നൊരു പേര്. അതോടൊപ്പം തന്നെ ഏറ്റവും വിവാദമായ ഒരു കാര്യമായിരുന്നു മുഖ്യമന്ത്രിയുടെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളാപ്പള്ളി നടേശന്റെ കുറെ ദൃശ്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ പറയുമ്പോൾ വിശ്വാസികളെ ഏത് വിധേനയും കൂടെ നിർത്താനുള്ള ആ ഒരു സാഹചര്യം കൂടെ സർക്കാർ എടുത്തിട്ടില്ലേ? വിശ്വാസികളല്ല കൂടെ നിർത്താൻ ശ്രമിച്ചത്, വിശ്വാസികൾക്ക് താല്പര്യമില്ലാത്ത ആളുകളാണ് കൂടെ നിർത്തിയത്. ആരാ വെള്ളാപ്പള്ളി നടേശൻ? അയാളാണല്ലോ പണ്ട് നവോത്ഥാന മതിലിന് വേണ്ടിയിട്ട് അവിടെ അയാളുടെ ഭാര്യ കൂടി പോയിട്ടാണ് നവോത്ഥാന മതിൽ കെട്ടാൻ വേണ്ടി പോയത്. ആരെ വെച്ചോണ്ടാ നവോത്ഥാന മതിൽ കെട്ടിയത്? അവിടെ പട്ടണത്തിൽ ഭൂതങ്ങളെ വെച്ചോണ്ടാ. മുഖം പോലും കാണാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള നിരവധി ആളുകൾ വെച്ചിട്ടാണ് വെള്ളാപ്പള്ളി നടേശനും കൂട്ടരേക്കാന്ന് അവിടെ മറ്റേ നവോത്ഥാന മതില് വനിതാ മതിലുണ്ടാക്കിയത്. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന് ഒരാള്, മറ്റൊരാളാരാ? സുകുമാരൻ നായർ. ഇയാൾ പറഞ്ഞ് ഏത് നായന്മാരോടെ കേൾക്കുക? ആരെങ്കിലും കേൾക്കുമോ? ഒരു സാധ്യതയില്ല. മൂന്നാമത്തെ ആളാരാ? അത് ഉദ്ഘാടനം ചെയ്ത ആളാണ് വളരെ വിചിത്രമായിട്ടുള്ള ആള്, മോഹൻര് കണ്ഠര്. തന്ത്രി എന്ന അയാളെ വിളിക്കുക. അയാൾ ഏത് തന്ത്രിയാ? അയാൾ കുതന്ത്രിയല്ലേ സത്യത്തില്? അയാളായിരുന്നല്ലോ ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പായിട്ട് ശബരിമല സന്നിധാനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് എറണാകുളത്ത് വന്നിട്ട് വിഭജിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുടെ പേരാണ് മോഹൻര് കണ്ഠര്. അയാളെ അവസാനം പോലീസ് പിടിച്ചു. പത്മകുമാറായിരുന്നു അന്നത്തെ IG എന്ന് എന്റെ ഓർമ്മ, എറണാകുളത്ത്. അയാൾ പോലീസ് പിടിച്ചിട്ട് ഇയാൾ ജയിലിലായി. ഇയാളെതിരെ ഞാൻ ആ സ്ത്രീയുടെ പേര് ഞാൻ മറന്നുപോയി. ആ സ്ത്രീയുടെ പേരടക്കം പത്രത്തിൽ വാർത്തയായിരുന്നു. അങ്ങനെയുള്ള ആളാണ് മോഹൻര് കണ്ഠര്. തന്ത്രി കുടുംബത്തില് താഴ്മൺ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരു നീചനായിട്ടുള്ള മനുഷ്യനാണ് ഈ പറയുന്ന മോഹൻര് കണ്ഠര്. അയാൾ പോലീസ് അറസ്റ്റ് ചെയ്തു വിഭജിച്ചതിന്. അയാളുടെ മാല അടക്കമുള്ള സാധനങ്ങൾ അവരുടെ പിടിച്ചു മാറ്റി വച്ചിരുന്നു. അവസാനം അയാൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ തരത്തിൽപ്പെട്ട മോഹൻര് കണ്ഠരെയൊക്കെ കൊണ്ട് നടത്തിയിരിക്കുന്ന അയ്യപ്പ സംഗമം, എത്ര അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് എത്രയാ? എത്ര ഓർമ്മയുണ്ടോ? അതിലേക്ക് 8.5 കോടി എത്രയാ? അതെ, ഏതാണെങ്കിലും കോടികളുടെ കണക്കാണ്. 7 കോടിയാണോ 8.5 കോടിയാണെന്നുള്ള സംശയമേ ഉള്ളൂ. ഈ പണത്തിന്റെ കണക്കൊന്ന് വെളിപ്പെടുത്തിയാൽ മതി. ഇപ്പൊ ഞാൻ ധാരാളം പ്രോഗ്രാംസ് നടത്തുന്ന ആളാണ്. ഒരു ദിവസത്തെ പരിപാടിക്ക് 8.5 കോടി റുപ്യ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ എത്രയാണ്, ഏതിന്റെയൊക്കെ ചെലവാണ്, എന്തൊക്കെ ചെലവാണ് അവിടെ വരിക? ഒന്ന് വലിയ പന്തല് കെട്ടി എഗ്രീഡ്, അവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് വേണം, മനസ്സിലായി.
വന്നവർക്കൊക്കെ DA കൊടുത്തു, അത് മനസ്സിലായി. എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് ആകെ വന്ന് 200 പേരാണ് എത്തിയത്. 200 പേരാണ് വന്നത്. 200 എന്നുള്ളൊരു 10,000 പേരെന്ന് വെച്ചോ. എന്നാൽ എത്ര പേര് ഭക്ഷണത്തിന് വരും? ഒരു ദിവസത്തെ ചിലവ് എത്ര എല്ലാവർക്കും കൂടി വരിക? അവിടെ കൊടുക്കുന്ന മട്ടൻ ബിരിയാണിയും മറ്റേ ചില്ലി ചിക്കനൊന്നും അല്ലല്ലോ കൊടുത്തത്. അവിടെ കൊടുത്തത് സാധാരണ വെജിറ്റബിൾ ഭക്ഷണമാണ്. അതിന്റെ പരമാവധി ചിലവ് 100 രൂപയാണ് ഒരു നേരത്തേക്ക് വരിക. 2 നേരത്തേക്കും കൂടി വരാവുന്നത് 3 നേരത്തെ ആഹാരം കൊടുത്താൽ 200 രൂപ കൊണ്ട് സാധനങ്ങൾ നടക്കും. 200 വെച്ചിട്ട് അവിടെ വന്നിട്ടുള്ള ആളുകളുടെ സംഖ്യ 1000 പേര് പിടിക്കാൻ എത്ര 2 ലക്ഷം രൂപ വന്നു. ആ ചിലവ് വരിക. മറിച്ച് ഇവർ ചെലവഴിച്ചിരിക്കുന്നത് കോടികളാണ്. ഞാൻ മനസ്സിലാക്കുന്ന 8.5 കോടിയോ 7.5 കോടിയോ മറ്റാണ് അതിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതെ. അപ്പൊ ഈ തരത്തിൽപ്പെട്ട ഒരു വലിയ ഒരു തട്ടിപ്പ്, അതിന് തട്ടിപ്പെന്നാണ്. അയ്യപ്പ സംഘം എന്നല്ല, അയ്യപ്പ തട്ടിപ്പ്, അയ്യപ്പന്റെ പേരിൽ നടത്തിയിരിക്കുന്ന വലിയൊരു തട്ടിപ്പാണ്. ആ തട്ടിപ്പ് അയ്യപ്പനിൽ വിശ്വാസമില്ലാത്ത, ആചാരങ്ങളെ ലംഘിക്കുന്ന പിണറായി വിജയൻ നേരിട്ട് ഉദ്ഘാടനം ചെയ്ത ഒരു വലിയ തട്ടിപ്പ്. ആ തട്ടിപ്പ് എങ്ങനെ അയ്യപ്പന്മാർക്ക് അതിലെത്തുന്ന കാര്യമുള്ളത്? ശബരിമല പോകുന്നവർക്ക് അതിനകത്ത് കാര്യമില്ല. അവരാരും അങ്ങോട്ട് പോയില്ല. അവിടെ പോയത് നാസ്തികന്മാരായിരിക്കുന്ന ചില ആളുകൾ, ക്ഷേത്രം നശിപ്പിക്കണം എന്ന് പറഞ്ഞ ആളുകൾ. കാരണം 950കളിൽ ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചിരുന്നു ഒരു പാലക്കാരന്റെ നേതൃത്വത്തിലാണ്, കാഞ്ഞിരപ്പള്ളിക്കാര്. അപ്പൊ ആ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന C. കേശവൻ പറഞ്ഞു, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്ര അന്ധവിശ്വാസം നശിച്ചു എന്ന്. ആ C. കേശവന്റെ താവഴിപ്പെട്ടുള്ള ആളാണ് പിണറായി വിജയൻ. ആ താവഴിപ്പെട്ടുള്ള ആളാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ നാശമാണ് ഇയാളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അങ്ങനെ ഇയാൾ വിരുദ്ധമായിട്ട് ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു ആചാര സംഘം അവിടെ അയ്യപ്പ സംഘം സംഘടിപ്പിച്ചത്. അതിന് കുറെ പണം പൊടിച്ചു. ആ പണം ഇയാളുടെ മരുവന്റെ പോക്കറ്റിലായി എന്നുള്ളതല്ലാണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു പ്രാധാന്യവും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്തായാലും ഇതൊക്കെ ജനങ്ങൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിന്റെ കൂടെ വിധി നിർണയങ്ങളായിരിക്കാം 26-ല് ഉണ്ടാകാൻ പോകുന്നത്. തദ്ദേശം നമുക്ക് വിടാം. തദ്ദേശത്തോടൊപ്പം തന്നെ 26-ലും ഈ പറയുന്ന ശബരിമല കൊള്ള സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ സർക്കാർ അധികം അങ്ങോട്ട് അതിന്റെ അകത്തേക്ക് വന്ന് സംസാരിക്കുന്ന കണ്ടിട്ടില്ല. ഇതിന് മുമ്പുണ്ടായിരുന്ന സാർ പറഞ്ഞ രീതിയിലുള്ള ദേവസ്വം മന്ത്രിമാരുടെ ഒന്നും നിലപാടുകളൊന്നും അത്ര ശക്തമായിരുന്നില്ല എന്ന് തോന്നി. അപ്പൊ അതിന്റെയൊക്കെ എന്തുകൊണ്ടായിരിക്കാം അവർ നിലപാടുകൾ ഉറച്ച് പറയാതിരുന്നതിന്റെ ഒരു കാഴ്ചപ്പാട് എനിക്കിപ്പോ ഈ ഒരു ടോക്കിൽ നിന്ന് മനസ്സിലായി. താങ്ക് യു സർ. ഓക്കെ, ശരി, നമസ്കാരം.